ഇന്ന് നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കിയാലോ? കുട്ടികൾ എന്ന് എന്നോട് പറയും നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കണമെന്ന്. ഞാൻ ഇടയ്ക്കൊക്കെ ഹോട്ടലിൽ പോയിട്ട് കുട്ടികൾക്ക് ഏലാഞ്ചി കൊണ്ട് കൊടുക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത് എന്തോ രസമാണ് ഇളയ ഉണ്ടാക്കിയാൽ നല്ലതാ. അതിന് നമുക്കൊന്ന് ആദ്യം വേണ്ടത് ഒരു നല്ല നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുക. ചൂടായ ചട്ടിയിലേക്ക് ആ അരിഞ്ഞ വെച്ച പഴം അതിലോട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തേങ്ങ ചെരുവിയതും മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ജീരക ചേർത്തേണ്ടത്. ജീരകം ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ചേർത്തതിൻ്റെ അവിലാണ്. ഇനി നമുക്ക് പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത് ചേർക്കേണ്ടത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടത് മൈദ, ഒരു കോഴിമുട്ട, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി നമ്മൾ തയ്യാറാക്കുന്ന വിധം ഒരു ബൗളെടുത്ത് അതിലേക്ക് മൈദ ഇടുക, പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ ശകലം ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ദോശമാവ് പരുവത്തിലാക്കിയെടുക്കുക. ദോശ ചുട്ടെടുക്കും പോലെ ചുട്ടെടുക്കുക. അതിന് ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് പുരട്ടുക. എന്നിട്ട് അതിലേക്ക് ഒഴിക്കുക. ദോശത്തിൻ്റെ അതേ ഇതിൽ കനം കുറച്ച് ചുട്ടെടുക്കുക. തിരിച്ചും മറിച്ചും വേവിച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ കൂട്ട് അതിലേക്കിട്ട് നന്നാക്കി ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ചുട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഏലാഞ്ചി തയ്യാറായിട്ടുണ്ട്. ഇതുപോലത്തെ നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ നിൽക്കുക.